ഹായ് ഓൾ, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്നാമത്തെ ബ്ലോക്കാണ്. മൂന്നാമത്തെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റാണ് ചേഞ്ചസ് ഇൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്, ചേഞ്ചസ് ഇൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ നമുക്ക് ആദ്യം എന്താണ് ഫ്യൂഡലിസത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിനെ നമുക്ക് ഫ്യൂഡലിസം എന്ന് വിളിക്കാം. മധ്യകാല യൂറോപ്പിലൊക്കെ പ്രധാനമായിട്ടും നിലനിന്നിരുന്ന ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. എന്താണ്? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഫ്യൂഡലിസത്തിലൂടെ സമൂഹത്തിലൊരു ശ്രേണീകരണം രൂപപ്പെടുകയുണ്ടായത്. സമൂഹത്തിലൊരു ശ്രേണീകരണം ഉണ്ടായി. അതായത് സമൂഹത്തിനെ വിവിധ ശ്രേണികളാക്കി തിരിച്ചുകൊണ്ട്, സമൂഹത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ തന്നെ വിവിധ ശ്രേണികളാക്കി തിരിച്ചുകൊണ്ട് ഒരു ഘടന രൂപീകരിച്ചതിനെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഫ്യൂഡലിസത്തിൽ ഏറ്റവും ഉയർന്ന പദവി അലങ്കരിക്കുന്നത് രാജാവാണ്. ഏറ്റവും ഉയർന്ന കിങ് ഓർ ദി ക്വീൻ, ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് കിങ് ഓർ ക്വീൻ ആണ്. അവർക്ക് താഴെ നോബിൾസ് വരുന്നു. അതിലും താഴെ നൈറ്റ്സ് വരുന്നു. ഏറ്റവും താഴെ സെർവ്സ് അല്ലെങ്കിൽ പെസൻസിനെ ഫീഫ് അല്ലെങ്കിൽ സെർവ്സ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഓർഡർ? കിങ് ഓർ ക്വീൻ, അതിൻ്റെ താഴെ നോബിൾസിൻ്റെ താഴെ നൈറ്റ്സിൻ്റെ താഴെ പെസൻസ്. ഈ ഒരു ഓർഡറിൽ നിൽക്കുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഹൈറാർക്കിയൽ സ്ട്രക്ചറുള്ള ഒരു സോഷ്യൽ ഓർഡറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അത് മധ്യകാലത്തിലുള്ള ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ഘടന തന്നെയാണ്. ഇതിൽ രാജാവ്, കിങ് ഓർ ക്വീൻ എന്ന് പറഞ്ഞാൽ അറിയാം, രാജാവ് ദ ഹെഡാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ ഹെഡിനെയാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ താഴെ വരുന്ന ഗ്രൂപ്പാണ് നോബിൾസ് എന്ന് പറയുന്നത്. ഈ നോബിൾസ് ആയിരിക്കും ലാൻഡിൻ്റെ, അതായത് രാജാവോ രാജ്ഞിയോ നൽകുന്ന ഭൂമി അധികവും നോബിൾസിൻ്റെ കൈകളിലായിരിക്കും. ഈ നോബിൾസിൻ്റെ കൈകളിലിരിക്കുന്ന ഈ ഭൂമിയിലാണ് നമ്മുടെ പെസൻസ് കൃഷി ചെയ്യുന്നത്. അപ്പം നോബിൾസ് എന്ന് പറഞ്ഞാൽ അവർ ലോർഡ്സ് ആണ്. ഈ ലോർഡ്സിനാണ് ശരിക്കും രാജാവിനേക്കാളും അധികാരം എടുക്കുക അല്ലെങ്കിൽ അധികാര പ്രയോഗങ്ങൾ നടത്തുക ഈ ലോർഡ്സ്, പ്രഭുക്കന്മാരായിട്ടുള്ള നോബിൾസ് ആയിരിക്കും. ഇവർ രാജാവിനോട് വളരെ കൂറുള്ളവരൊക്കെ ആണെങ്കിലും പല സ്ഥലങ്ങളിലും രാജാവിനേക്കാൾ ശക്തി പലപ്പോഴും നോബിൾസിനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നോബിൾസിന് താഴെ വരുന്ന നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വാരിയർ ഗ്രൂപ്പ്സ് ആണ്. സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച കായികപരമായിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള യോദ്ധാക്കളെയാണ് നൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ഈ ലോർഡ്സിന്, പ്രഭുക്കന്മാർക്ക് ആവശ്യത്തിനനുസരിച്ച് സഹായം നൽകുന്നവരാണ് ലോർഡ്സ് എന്ന് പറയുന്നത്. ഈ നൈറ്റ്സിന്, ലോർഡ്സ് അല്ലെങ്കിൽ നോബിൾസ് നൈറ്റ്സിന് ഭൂമി കൊടുത്തിട്ടുണ്ടാവും. അതായത് നൈറ്റ്സ് ചെയ്യുന്ന ഉപകാരത്തിന്, ഇപ്പോൾ ഒരു യുദ്ധം വരുമ്പോൾ ഈ വാരിയർ ഗ്രൂപ്പ് ആയിരിക്കും ഇറങ്ങുക. അപ്പോൾ അതിന് പ്രത്യുപകാരം എന്ന നിലയ്ക്ക് നൈറ്റ്സിന് ഭൂമി കൊടുത്തിട്ടുണ്ടാവും. ഈ ഭൂമിയാണ് പിന്നീട് ഏറ്റവും താഴെയുള്ള പെസൻസിന് കൃഷിക്കായിട്ട് നൽകുന്നത്. മധ്യകാലഘട്ടത്തിൽ ഏറ്റവും മെജോറിറ്റി ആയിട്ടുണ്ടായിരുന്ന വിഭാഗം എന്ന് പറയുന്നത് ഈ പെസൻസ് ആണ്. ഏറ്റവും കൂടുതലുള്ളത് പെസൻസ് ആണ്. പെസൻസിന് പക്ഷേ സ്വന്തമായിട്ടുള്ള ഭൂമിയല്ല, അവർക്ക് ആ ഭൂമിയിൽ താമസിക്കാം, അതിന് വേണ്ട പ്രൊഡ്യൂസ് ചെയ്യാം, പ്രൊഡക്ഷൻ നടത്തുക, അതായിരുന്നു ഇവർ നടത്തിയത്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ട്രക്ചേർഡ് ഹൈറാർക്കിനെ നമുക്ക് ഫ്യൂഡലിസം എന്ന് വിളിക്കാം. ഇതിൽ നോബിൾസ്, പ്രഭുക്കന്മാർ പെസൻസിനെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ നോബിൾസ് ആയിരിക്കും. തിരിച്ച് പെസൻസ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരെ നോബിൾസിനെയും മറ്റ് ഗ്രൂപ്പ്സിനെയും സഹായിക്കുകയാണ് ചെയ്യുന്നത്. നൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം ആ ഒരു ടെറിട്ടറീനെ മൊത്തത്തിൽ സംരക്ഷിക്കുന്നവരാണ് നൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു
സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റെബിലൈസ്ഡ് ആയിട്ട് സ്റ്റെബിലിറ്റി ഉള്ള ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇതൊരു സോഷ്യൽ ഓർഡറാണ്, ഒരു സാമൂഹിക ഘടനയാണ്, സാമൂഹിക ശ്രേണീകരണമാണ്. ഈ സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസത്തിലൂടെ നടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ട്രക്ചറാണ് അവിടെ മിഡീവൽ സൊസൈറ്റിയിൽ നിലനിന്നിരുന്നത്. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയോട് കൂടിയിട്ടാണ് പ്രാചീന കാലഘട്ടം അവസാനിക്കുകയും മധ്യകാലഘട്ടം തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ ഈസ്റ്റിലേക്കുള്ള കിഴക്ക് ഭാഗത്തേക്ക് പുതിയ ട്രേഡ് റൂട്ട്സ്, അതായത് വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ് വർദ്ധിക്കുകയും അവിടേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഫ്യൂഡൽ സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷനൊക്കെ കൂടുതൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൽ ഫ്യൂഡൽ ലോർഡ്സ്, ഫ്യൂഡൽ പ്രഭുക്കന്മാരാണ് ഈ ഭൂമിയുടെ പ്രധാന അല്ലെങ്കിൽ പ്രൈമറി അതോറിറ്റി എന്ന് പറയുന്നത്, പ്രൈമറി ആയിട്ടുള്ള അവകാശികളെന്ന് പറയുന്നത്. ഇനി ഇതിനോടൊരു പുറമെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് നടത്തുന്ന മെർച്ചൻ്റ് ഗ്രൂപ്പ്, ആർട്ടിസൻ ഗ്രൂപ്പ്, അങ്ങനത്തെ മറ്റ് പല സോഷ്യൽ ഓർഡറുകളും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രിൻറ്റിങ്, ഗൺ പൗഡർ തുടങ്ങിയവയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടം ഈ മിഡിൽ ഏജസ് തന്നെയായിരുന്നു. ഇനി ഇക്കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട എക്കോണമി എന്ന് പറയുന്നത് എന്താണ്? സബ്സിസ്റ്റൻസ് എഗ്രികൾച്ചർ തന്നെയാണ്. കൃഷി തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെസൻസ് എന്ന് പറയുന്നത് മെജോറിറ്റി ആയിരുന്നു. അവിടുത്തെ മൊത്തം ജനങ്ങളുടെ മെജോറിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്ന ആരാണ്? പെസൻസ് ആയിരുന്നു. അപ്പോൾ സബ്സിസ്റ്റൻസ് എഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയിൽ പെസൻസ് അവർക്കും അവരുടെ ഫാമിലിക്കും വേണ്ടുന്നത് കൃഷി ചെയ്തുണ്ടാക്കും. സർപ്ലസ് ആയിട്ട് വരുന്ന, കൂടുതലായിട്ട് വരുന്നത് അതിൻ്റെ ഓണറായിട്ടുള്ള ലോഡ്സിനെ, പ്രഭുക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യും. ആ ഒരു രീതിയെയാണ് സബ്സിസ്റ്റൻസ് എഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി എപ്പോഴും പ്രഭുക്കന്മാരുടെ സ്വത്ത് തന്നെയായിരിക്കും അവിടെ. പക്ഷേ പെസൻസിന് അല്ലെങ്കിൽ കൃഷിക്കാർക്ക് അവരുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും പെസൻസ് കൂട്ടമായിട്ടായിരിക്കും പണി ചെയ്യേണ്ടാവും. അപ്പോൾ കൃഷി വിത്ത് പാകുന്നവർ ഒരാളായിരിക്കാം, അതിനെ നനച്ചുണ്ടാക്കുന്നവർ വേറെ ആൾക്കാരായിരിക്കാം, സോയിങ് എന്താ പറയുക വിളവെടുക്കുന്നത് വേറെ ആൾക്കാരായിരിക്കാം. അങ്ങനെ ലേബേഴ്സ് അല്ലെങ്കിൽ പെസൻസ് എന്ന് പറയുന്നത് അവരവരുടെ ഇഷ്ടത്തിനായിരിക്കും ജോലികൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ള വർക്കിംഗ് ഒക്കെ സബ്സിസ്റ്റൻസ് എഗ്രികൾച്ചറിൽ കാണാൻ സാധിക്കും. പിന്നെ കന്നുകാലികളെ കിളയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്സുകൾ ഉപയോഗിക്കുന്ന രീതി, അത് പോത്തിനെ കൊണ്ട് പൂട്ടിക്കുക, അങ്ങനത്തെ രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം എന്ത് ചെയ്യുന്നുണ്ടാവും? മൃഗങ്ങളെ ഇണക്കി വളർത്തുക, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും അവിടുത്തെ ഒരു തൊഴിൽ വിഭാഗം തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ലേബർ ഗ്രൂപ്പ്സ് ആയിരുന്നു അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സബ്സിസ്റ്റൻസ് എഗ്രികൾച്ചറിൽ നിന്ന്, അതായത് പെസൻസ് അവരുടെയും അവരുടെ ഫാമിലീസിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് കാര്യങ്ങളെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുകയും ബാക്കി കൂടുതലായിട്ട് വരുന്നത് നോബിൾസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് സബ്സിസ്റ്റൻസ് എഗ്രികൾച്ചർ അല്ലേ. ഇതിൽ നിന്നും ഒരു മാറ്റമായിരുന്നു മാനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് മാനോറിയൽ സിസ്റ്റം? ഇതിൽ മാനോറിയൽ സിസ്റ്റത്തിൽ ഈ പ്രഭുക്കന്മാർ ഭൂമി പെസൻസിന് നൽകും, പെസൻസിന് ഗ്രാൻഡ് ചെയ്യും, ഭൂമി നൽകുകയും അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ നിശ്ചിത അളവിൽ ജോലി ചെയ്യണം. പെസൻസ് അവിടെ തന്നെ താമസിക്കണം. ഈ ലോഡിൻ്റെ പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമിയിൽ നിന്ന് പോകാൻ പാടില്ല. ആ ഭൂമിയിൽ തന്നെ താമസിച്ച് ഒരു നിശ്ചിത ദിവസങ്ങളിൽ നിശ്ചിത സമയങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ മാനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർവ്സിന് കൂടുതലായിട്ട് പ്രഭുക്കന്മാരുമായിട്ടൊരു ബോണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ, പ്രഭുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ പോകാനൊന്നിനും സാധിക്കില്ല. ഇനി നിശ്ചിതമായിട്ട് ഇത്രയും ദിവസം, ആഴ്ചയിൽ 7 ദിവസത്തിൽ 6 ദിവസം നിർബന്ധമായിട്ട് ജോലി ചെയ്യണം, അങ്ങനത്തെയൊക്കെ കുറേ നിയമങ്ങൾ, ഇത്ര മണിക്കൂർ ജോലി ചെയ്യണം, അങ്ങനത്തെയൊക്കെ നിയമങ്ങൾ വന്നു. ഇനി
കൃഷിയിടങ്ങളിൽ ജോലി ഇല്ലാത്ത ദിവസം അവർക്ക് മറ്റു ജോലികൾ, ബിൽഡിങ്ങുകൾ നന്നാക്കുക, റോഡുകൾ നന്നാക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്നു. അതാണ് ഈ മാനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മാനോറിയൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഹൈറാർക്കിയൽ പവർ വരികയാണ് അല്ലേ. അതുവരെ സെർവ്സ് അല്ലെങ്കിൽ പെസൻസ് ക്യാൻ ഫ്രീലി കൾട്ടിവേറ്റ്, അവരിഷ്ടത്തിനനുസരിച്ച് കൾട്ടിവേറ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ ഒരു ഹൈറാർക്കിയൽ ഓർഡർ വരികയാണ്. എ പവർ, ഇത് സിസ്റ്റം ഓഫ് പവർ എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വരുന്ന ഒരു രീതി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി പക്ഷേ ഈ മാനുവൽ സിസ്റ്റത്തിലൂടെ പലപ്പോഴും കൂടുതൽ ഫെർട്ടൈൽ ലാൻഡ്സ് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ടായിരുന്നു. ഈ മാനുവൽ സിസ്റ്റത്തിൽ ക്രോപ്പ് കൾട്ടിവേഷൻ, ഇപ്പോൾ ഒരു 3 മാസം ഒരു കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന 3 മാസം വേറൊരു കൃഷി ചെയ്യണം. അങ്ങനെ ഫെർട്ടിലിറ്റി നിലനിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു തരത്തിൽ അധികാരം ചെലുത്തുന്ന സിസ്റ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഹൈറാർക്കിയൽ, ഒരു ശ്രേണീകൃത കേന്ദ്രീകൃത അധികാര രീതിയായിരുന്നു ഈ മാനോറിയൽ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദെൻ പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത്തരത്തിലൊക്കെ ഈ മാനോറിയൽ സിസ്റ്റം എല്ലാം തുടങ്ങി. പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കൃഷിയെ കൊമേഴ്ഷ്യലൈസ് ചെയ്തു. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് എഗ്രികൾച്ചർ, കൃഷിനെ വാണിജ്യവൽക്കരിക്കുകയാണ് അല്ലേ. കൃഷിനെ വാണിജ്യവൽക്കരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ട്രേഡ് റൂട്ട് കണ്ടുപിടിച്ചു. ഈസ്റ്റിലേക്കുള്ള ട്രേഡ് റൂട്ട് വന്നപ്പോൾ കൂടുതലായിട്ടും ഈ ഈസ്റ്റിനെയായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസ്റ്റിനെയായിട്ട് ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ അഗ്രികൾച്ചർ സാധനങ്ങൾ, കൂടുതൽ ഉൽപ്പാദനം വേണ്ടുന്നൊരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ കൂടുതൽ ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കാനും അത് മാർക്കറ്റിൽ വിൽക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ നീഡ്സ് ആയിരുന്നു, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പിന്നെ വന്നത് അതല്ല, കൂടുതലായിട്ട് പുറത്തേക്ക് വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു രീതിയിലേക്കും കൂടെ വരുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം ഓപ്പൺ ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്നൊരു ഷിഫ്റ്റ് വന്നു. അതായത് ഒരു വലിയ ഫീൽഡ്, ലാർജ് ഫീൽഡിനെ ചെറിയ ചെറിയ ഫീൽഡുകളായിട്ട് തരം തിരിച്ചുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ ഫാമിലി, ഒരു വ്യക്തിയുടെ കീഴിലുള്ള കുടുംബം ഒരു ചെറിയ ഫീൽഡിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു വലിയ പ്ലോട്ടിനെ ഒരുപാടാക്കി തിരിച്ചുകൊണ്ട് ഓരോ ഫാമിലിയും ഓരോ പ്ലോട്ടിൽ വർക്ക് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു സിസ്റ്റം എല്ലാം വന്നു. സോയിൽ ഫെർട്ടിലിറ്റി കുറച്ചും കൂടെ നിലനിർത്തുന്നൊരു രീതിയായിരുന്നു ഇത്. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പൺ ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്ന രീതി കൊമേഴ്ഷ്യലൈസേഷൻ, വാണിജ്യവൽക്കരണത്തിലൂടെ വരികയാണ് ചെയ്തത്. പിന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് എഗ്രികൾച്ചറിൽ നമുക്ക് എന്തായി, കൂടുതൽ ട്രേഡ്, വാണിജ്യം ഡെവലപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വാണിജ്യം ഡെവലപ്പ് ചെയ്തപ്പോൾ പ്രൊഡക്ഷൻ കൂടേണ്ടി വന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കൂടി കൂടുതൽ ഗ്രോത്ത് ഉണ്ടായി, വാണിജ്യ മേഖല കൂടുതൽ വളരുന്നൊരു രീതി ഉണ്ടായി. ഇനി ഇത് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ക്രൂസൈഡ്സിൻ്റെ കാലഘട്ടത്തിലാണ്. ക്രൂസൈഡ്സ് എന്ന് വെച്ചാൽ കുരിശുയുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് യൂറോപ്പിലെ 2 പ്രധാനപ്പെട്ട മതങ്ങൾ തമ്മിൽ നടത്തിയിട്ടുള്ള എന്താ പറയുക, ഹോളി പലസ്റ്റീന് വേണ്ടിയിട്ട്. പലസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു പുണ്യഭൂമിയായിരുന്നല്ലോ. അത് ക്രിസ്ത്യൻസിന്, ഇസ്ലാംസിന്, ജ്യൂസിന്, ഇവർക്കൊക്കെ പുണ്യഭൂമിയാണ് പലസ്റ്റീൻ എന്ന് പറയുന്നത്. ഈ പലസ്റ്റീൻ്റെ മീതെ എല്ലാ കാലത്തും തർക്കങ്ങളുള്ളതാണ്. അത്തരത്തിലുള്ള തർക്കങ്ങളായിരുന്നു പണ്ട് ക്രൈസ്തവ ഇസ്ലാമികർ തമ്മിലുണ്ടായിട്ടുള്ള, വെസ്റ്റേൺ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള തല്ലെന്ന് പറയുന്നത്. അതിനാണ് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. ക്രൂസൈഡ്സ് ഒരുപാട് 1, 2, 3, 4 അങ്ങനെ ഒരുപാട് ക്രൂസൈഡ്സ് ഉണ്ട്. കുരിശ് യുദ്ധങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഈ കുരിശ് യുദ്ധങ്ങളുടെ സമയത്ത് ഒരുപാട് ട്രേഡ് റൂട്ട്സ് ഉണ്ടാവുകയും ഒരുപാട് ട്രേഡ് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈയിങ്, സെല്ലിങ്, ട്രേഡ് ഇതൊക്കെ വളരെ കൂടിയത് ക്രൂസൈഡ്സിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ട്രേഡിന് ഒരുപാട് ഗ്രോത്ത്, വാണിജ്യത്തിനും വാണിജ്യവൽക്കരണത്തിനൊക്കെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്, അതുപോലെ തന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെറ്റ്വർക്ക് ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാണിജ്യ മേഖലയിലൂടെ എന്താ പറയുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മേഖല അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരിക, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായി വരുന്നൊരു സ്ഥിതി ഉണ്ടായി. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ പിന്നീട് എന്തിലേക്ക് നയിക്കുകയാണ്? ഗ്രോത്ത് ഓഫ്
ക്യാപിറ്റലിസത്തിലേക്കാണ്. അപ്പോൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിലൂടെ സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടായി ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഡെവലപ്പ് ചെയ്ത് വന്ന് ട്രേഡ് ആൻഡ് കൊമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്ന് അവസാനം ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു ഡെവലപ്ഡ് ഫോം, ഫ്യൂഡലിസത്തിൻ്റെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ട്രേഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു എക്കണോമിക്കൽ സിസ്റ്റമാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസ് ഉണ്ടാകുന്ന കാലഘട്ടം വന്നു. അതിനോടൊപ്പം തന്നെ ഈ പെസൻസ്, മെർച്ചൻസ് ഇവരെല്ലാം മാറിയിട്ട് ഒരു വർക്കിംഗ് ക്ലാസ് ഉണ്ടാവുന്ന രീതിയെല്ലാം വന്നു. അപ്പോൾ ഇതായിരുന്നു ഒരു മാറ്റം എന്ന് പറയുന്നത്, ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് അർബൻ ക്ലാസ്സുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യം പറഞ്ഞ 4 ക്ലാസ്സുകൾ അല്ലേ, ഈ 4 ക്ലാസ്സുകൾ കൊണ്ട് മാത്രം ഈ ട്രേഡ് ഇതൊന്നും ഡെവലപ്പ് ചെയ്യില്ല അല്ലേ. അപ്പോൾ ഒരു മെർച്ചൻറ്റ് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഒരു വാണിജ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും. വാണിജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് ഓരോ പ്രൊഡക്റ്റിനും വേണ്ടുന്ന ഒരു ഏജൻസി, അതെത്തുന്ന ഒരു അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വന്നൊരു പുതിയ വിഭാഗമാണ് ന്യൂ അർബൻ ക്ലാസ് എന്ന് പറയുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ഫ്യൂഡൽ ലോഡ്സ്, പ്രഭുക്കന്മാർ, നോബൽസിന് പുറമെ അവരെ പിന്തള്ളിക്കൊണ്ട് ഒരു ന്യൂ അർബൻ ക്ലാസ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതെന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്നുള്ള പരമ്പരാഗത പ്രഭു കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇവരെന്ന് പറഞ്ഞാൽ മെർച്ചൻസ് ആയിരിക്കാം, ഇപ്പോൾ വാണിജ്യം നടത്തുന്നവരായിരിക്കാം, സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസൻസ് ആയിരിക്കാം, ക്രാഫ്റ്റ് മറ്റ് കൈത്തറി തൊഴിലാളികളായിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ്സിൻ്റെയാണ് ഒരു ന്യൂ അർബൻ സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ ട്രേഡിലൂടെ, പുതിയ ഗുഡ്സ് ആൻഡ് സർവീസസിലൂടെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയും പുതിയ ജോബുകൾ ഉണ്ടാവുകയും ആ ജോബുകൾ തന്നെ ഒരു പുതിയ അർബൻ ഗ്രൂപ്പായിട്ടൊരു ഒരു അർബൻ ഗ്രൂപ്പ്, ഒരു നാഗരിക കൂട്ടങ്ങളായിട്ട് മാറുന്നൊരു സ്ഥിതി യൂറോപ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു പുതിയ അർബൻ ക്ലാസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്ഥിതി ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നത് വെനീസാണ്. ഇറ്റലിയിലെ വെനീസ് ഒരു 13-14 നൂറ്റാണ്ടുകളോട് കൂടിയിട്ട് ഒരു വലിയ വെൽത്തിയസ്റ്റ് സിറ്റി ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു മെർച്ചൻറ്റ് ക്ലാസിൻ്റെ കയ്യിലുള്ള, ഫ്യൂഡലിസത്തിൽ നിന്ന് മാറിയൊരു മെർച്ചൻറ്റ് ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു വലിയ സിറ്റി ആയിട്ട് അല്ലെങ്കിൽ വലിയ നഗരമായിട്ട് വെനീസ് ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഫ്യൂഡലിസത്തിൽ നിന്ന് പതുക്കെ ക്യാപിറ്റലിസത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ് മിഡിൽ ഏജസിൻ്റെ അവസാനത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. താങ്ക് യു.